നമസ്കാരം. പ്രധാന വാർത്തകൾ. തൂതപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവിലും പാലം വരുന്നു. നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പരിശോധിക്കാൻ നിർദ്ദേശം. പെരിന്തൽമണ്ണ ഷൊർണൂർ MLA-മാരുടെയും തദ്ദേശ ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പട്ടാമ്പി കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ ഇഴയുന്നു. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പാലം 3 വർഷമായിട്ടും പണി തീർന്നില്ല. പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകുമെന്ന് പറയാനാകാതെ അധികൃതർ. തൂത ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട് പണം ക്ലർക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയ സംഭവം വിജിലൻസ് അന്വേഷണം നടത്തിയേക്കും. മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ ക്രമക്കേട്. അപ്രതീക്ഷിത മഴ വില്ലനായി. തെങ്കരയിൽ നശിച്ചത് ഏക്കർ കണക്കിന് നെൽകൃഷി. കൊയ്തെടുക്കാറായ നെല്ലാണ് മഴയിലും കാറ്റിലും വീണ് നശിച്ചത്. കാട്ടുപന്നി ശല്യം മൂലം ദുരിതത്തിലായി ശ്രീകൃഷ്ണപുരം മേഖലയിലെ കർഷകർ. കായിക വകുപ്പ് ഒറ്റപ്പാലത്ത് വിഭാവനം ചെയ്ത ആധുനിക സൗകര്യങ്ങളോടെയുള്ള ജിംനേഷ്യം പദ്ധതി യാഥാർത്ഥ്യമാകും. വിവിധ കാരണങ്ങളാൽ മുടങ്ങിയ പ്രവൃത്തികൾ കരാറുകാരനെ മാറ്റി പുനരാരംഭിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. തൂതപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവിൽ പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങി. 2019-2020 ബജറ്റിൽ കാളിക്കടവിൽ പാലം പ്രഖ്യാപിച്ചിരുന്നു. പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ കാളിക്കടവ് പാലം ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയതിൻ്റെ ഫലമായി വർഷങ്ങൾക്കിപ്പുറം പാലം നിർമ്മാണത്തിൻ്റെ തുടർ നടപടിയിലേക്ക് പോവുകയാണ്. ആലിപ്പറമ്പിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ മണ്ണാത്തിക്കടവിലും കാളിക്കടവിലും പാലം വേണമെന്നത് ഇരു പ്രദേശത്തുകാരുടെയും ആവശ്യമായിരുന്നു. മണ്ണാത്തിക്കടവിൽ വർഷങ്ങൾക്ക് മുൻപ് പാലം നിർമ്മിച്ചു. കാളിക്കടവിലെ പാലം പദ്ധതി നീണ്ടുപോയി. എന്നാൽ പ്രതീക്ഷകൾക്ക് വക നൽകി 2019-20 സംസ്ഥാന ബജറ്റിൽ കാളിക്കടവ് പാലത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായെങ്കിലും പിന്നെയും നീണ്ടുപോയി. പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ കാളിക്കടവ് പാലം ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയതോടെ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും സജീവമായി. പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, തദ്ദേശ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കും. മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പിനെയും പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണയെയും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിക്കുക. പാലം നിർമ്മിക്കുകയാണെങ്കിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകേണ്ടി വരും. 12 കോടി രൂപയാണ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവ് കണക്കാക്കുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികൾ 3 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാക്കാനായില്ല. 1 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച പ്രവൃത്തികളാണ് ഇഴയുന്നത്. ഇതുവഴി പോകുന്നവരുടെ ദീർഘകാലമായുള്ള ആവശ്യം കൂടിയാണ് ഈ മേൽപ്പാലം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശി റെയിൽവേ ലെവൽ ക്രോസിന് ബദലായാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 2021 ജനുവരി 23-നാണ് മേൽപ്പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. 1 വർഷം കൊണ്ട് പാലം പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ വർഷം 3ആയിട്ടും പാലം പണി ഇഴയുകയാണ്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 32.49 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം നടക്കുന്നത്. തൂണുകളുടെയും സ്പാനുകളുടെയും പ്രവൃത്തികൾ 80% പൂർത്തിയായിട്ടുണ്ട്. സാധാരണ മേൽപ്പാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റീൽ റാഡ് ഉപയോഗിച്ചാണ് വാടാനാംകുറിശി മേൽപ്പാലം നിർമ്മിക്കുന്നത്. പാലത്തിനായി 13 തൂണുകളാണ് വരുന്നത്. ഇതിൽ റെയിൽവേയുടെ സ്ഥലത്തുകൂടി കടന്നു പോകുന്നവയുടെ ചുമതല റെയിൽവേക്കാണ്. ഈ പ്രവൃത്തികളാണ് ഇഴയുന്നത്. 680 മീറ്റർ നീളത്തിൽ 10.15 മീറ്റർ വീതിയിൽ നടപ്പാതയോട് കൂടിയാണ് പാലം നിർമ്മിക്കുന്നത്. ഒരു വശത്തെ അപ്രോച്ച് റോഡിൻ്റെ പണിയുമുണ്ട്. RBDCക്കാണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല. വാടാനാംകുറിശിയിലെ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോഴുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് മേൽപ്പാലം വരുന്നത്. എന്നാൽ പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകുമെന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്കൊന്നും ഇപ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണ പ്രവൃത്തികളും ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഗുണവും പൂർണ്ണമായി യാത്രക്കാർക്ക് കിട്ടണമെങ്കിൽ റെയിൽവേ മേൽപ്പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൂത ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട് പണം ക്ലർക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയ സംഭവം മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ കൃത്യവിലോപം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വന്നേക്കും. തൂത ഭഗവതി ക്ഷേത്രത്തിലെ ക്ലർക്കായിരുന്ന രാമകൃഷ്ണനാണ് സ്വന്തം ഫോൺ നമ്പർ നൽകി ഓൺലൈനായി ഭക്തർ വഴിപാടിനായി നൽകിയിരുന്ന പണം തട്ടിയതായി കണ്ടെത്തിയത്. ഇതു സംബന്ധിച്ച് ലഭിച്ച പരാതിയിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രാഥമിക അന്വേഷണം നടത്തിയതിലാണ് തട്ടിപ്പ് ബോധ്യപ്പെട്ടത്. വൻതുക തന്നെ രാമകൃഷ്ണൻ ഇത്തരത്തിൽ തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ ഓൺലൈനായി പണം അയക്കുന്നവർക്കാണ് സ്വന്തം ഗൂഗിൾ പേ നമ്പർ രാമകൃഷ്ണൻ നൽകിയിരുന്നത്. 2 പതിറ്റാണ്ടായി ക്ഷേത്രത്തിൽ ക്ലർക്കായിരുന്ന രാമകൃഷ്ണൻ ക്ഷേത്രത്തിൽ ബാലവിവാഹം നടത്താൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ സസ്പെൻഷനിലാണ്.
ക്ഷേത്രത്തിൽ വരാൻ കഴിയാത്ത ഭക്തരും മറ്റു ഭക്തരുമെല്ലാം വഴിപാട് സമർപ്പിക്കാൻ ഓൺലൈനായി പണം നൽകാൻ ആവശ്യപ്പെടുമ്പോഴാണ് രാമകൃഷ്ണൻ സ്വന്തം നമ്പർ നൽകിയത്. ക്ഷേത്രത്തിന് ഒരു സഹകരണ ബാങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിലും അക്കൗണ്ട് ഉള്ളപ്പോഴാണ് സ്വന്തം അക്കൗണ്ട് വഴി രാമകൃഷ്ണൻ വഴിപാട് പണം സ്വീകരിച്ചത്. ഇത് കണക്കിൽ വരാതിരിക്കാനായി കമ്പ്യൂട്ടർ പ്രിന്റർ സംവിധാനമുള്ള ക്ഷേത്രത്തിന്റെ പ്രിന്റ് രസീറ്റ് നൽകാതെ പേന കൊണ്ടെഴുതിയ രസീറ്റാണ് നൽകിയിരുന്നത്. ക്ഷേത്രം ലെറ്റർ ഹെഡ്, രസീറ്റ്, പ്രസാദം ബോട്ടിൽ എന്നിവയിലും ക്ഷേത്രം വെബ്സൈറ്റിലും രാമകൃഷ്ണന്റെ നമ്പറായിരുന്നു വെച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്കുള്ള പണം ഭരണസമിതിയും ജീവനക്കാരും സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിക്കരുതെന്ന് ദേവസ്വം ബോർഡ് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് രാമകൃഷ്ണൻ ലംഘിച്ചതായാണ് കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറും. അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം. അതേസമയം ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമാണെന്നാണ് രാമകൃഷ്ണന്റെ വിശദീകരണം. തന്റെ എല്ലാ അക്കൗണ്ടുകളുടെയും സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടും സഹകരിക്കാൻ തയ്യാറാണെന്നുമാണ് രാമകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വേനൽമഴയിൽ തെങ്കരയിലെ ഏക്കർ കണക്കിന് നെൽകൃഷി നിലംപൊത്തി. വേനൽമഴയ്ക്കൊപ്പം കാറ്റും വീശിയടിച്ചതോടെ കൊയ്തെടുക്കാൻ പോലും കഴിയാത്ത വിധം നെല്ല് വീണ് നശിച്ചു. കതിര് മൂപ്പെത്താൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നെല്ല് പൂർണ്ണമായും ചേറിൽ വീണടിഞ്ഞു. നെൽച്ചെടികൾ തലങ്ങും വിലങ്ങും വീണ് കിടക്കുന്നതിനാൽ എന്തു ചെയ്യുമെന്നറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കർഷകർ. നഷ്ടം സഹിച്ചാണ് നെൽകൃഷി നടത്തുന്നത്. അതിനു പുറമെ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭവും കൂടിയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കർഷകർ പറഞ്ഞു. പൂർണ്ണ മൂപ്പെത്തണമെങ്കിൽ ഒരാഴ്ച കൂടി കഴിയണം. അപ്പോഴേക്കും ചേറിൽ കിടന്ന നെൽച്ചെടി അഴുകും. കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെല്ല് കതിരായി വിളയേണ്ട സമയത്ത് തന്നെ അവിചാരിതമായി ഒരു വേനൽമഴ വന്നു. ഈ വേനൽമഴ വന്നതുകൊണ്ട് ഈ കൃഷി ആകെപ്പാടെ വീണ് നശിച്ചു. അതേപോലെ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളവും കൂടി ആയപ്പം കൂടുതൽ നഷ്ടത്തിലേക്കാണ് കൃഷിക്കാരൻ എത്തുന്നത്. ഇതിപ്പം നമ്മൾ ആരും വിചാരിക്കാത്തൊരു കാര്യമാണ് ഈ മഴ പെയ്തത്. ആ മഴയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം എന്താ ഇനിയിപ്പോൾ പറയുക, പിന്നെ ഈ നെല്ല് വീണതുകൊണ്ട് ഇനിയിപ്പോൾ കൊയ്തെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ശ്രീകൃഷ്ണപുരം മേഖലയിൽ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കർഷകരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പലവിധ ക്ലേശവും തരണം ചെയ്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് കാട്ടുപന്നികൾ ഭീഷണിയാകുന്നത്. പന്നിശല്യത്തിനു പുറമെ മയിൽശല്യവും കീടരോഗബാധയും കർഷകരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. കർഷകർക്ക് ആശ്വാസം എന്ന നിലയിൽ ലഭിച്ചിരുന്ന ഉഴവുകൂലി മകരമാസത്തിലെ കൊയ്ത്ത് അവസാനിക്കുന്ന സാഹചര്യത്തിലും ലഭിച്ചിട്ടില്ല. ബന്ധപ്പെട്ടവർ കർഷകരുടെ കണ്ണീർ കാണാതെ പോകരുതെന്നും കർഷകരെ സഹായിക്കാൻ മനസ്സ് കാണിക്കണമെന്നും ശ്രീകൃഷ്ണപുരം വെട്ടിക്കുഴി പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീകാന്ത് ചുങ്കത്ത് ആവശ്യപ്പെട്ടു. കർഷകർ വളരെ ബുദ്ധിമുട്ടിയിട്ട് കാലാവസ്ഥയെ, അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കർഷകരൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഗുണമില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു പൂർണ്ണമായും അവഗണന മാത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകൻ ഈ നാട്ടിലില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമുണ്ടോ, ഈ നാടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഇപ്പോൾ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കാലാവസ്ഥയെ ഇത്തവണ ഒരുപാടൊക്കെ മാറ്റിമറിച്ച് കാലാവസ്ഥ വന്നിട്ട് പോലും ഈ കൃഷി രീതിയെ, നെൽകൃഷിയെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ രീതിയിലേക്ക് എത്തിച്ചപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ഈ നാട്ടിലെ കൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെട്ടിക്കുഴി പാടശേഖരത്തിൻ്റെ ഒരു കാര്യമായി ബന്ധപ്പെട്ട് അത് പറയുമെങ്കിൽ കൂടി നമ്മുടെ ഈ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് പാടശേഖരങ്ങളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ഈ നെല്ല് മൂത്തത് കൊയ്യാറാവുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് പന്നികൾ വന്ന് ഈ കൃഷിയെ നശിപ്പിച്ച് കർഷകന് ഒരു ഗുണവുമില്ലാത്ത രീതിയിൽ കർഷകൻ്റെ അധ്വാനത്തെ വെറുതെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾക്കൊരു പ്രധാനമായിട്ടൊരു അപേക്ഷ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് കർഷകർക്ക് എന്തെങ്കിലും സഹായം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥന ഒരു എളിയ കർഷകൻ എന്ന രീതിയിൽ, ഒരു പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് എന്ന രീതിയിലല്ല, ഒരു എളിയ കർഷകൻ എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥന വയ്ക്കുകയാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒറ്റപ്പാലത്ത് വിഭാവനം ചെയ്ത ജിംനേഷ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. വിവിധ കാരണങ്ങൾ കൊണ്ട് ആദ്യ കരാറുകാർ ഉപേക്ഷിച്ചു പോയ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ വീണ്ടും പൂർത്തിയാക്കിയാണ് ഒരു വർഷത്തിനു ശേഷം നിർമ്മാണം തുടങ്ങിയത്. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നഗരസഭയുടെ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിൽ തുടങ്ങുന്ന ജിംനേഷ്യത്തിന്റെ സീലിംഗ് പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. കായിക വകുപ്പ് ഒറ്റപ്പാലത്ത് തുടങ്ങുന്ന ജിംനേഷ്യം പൂർത്തിയാവാൻ സമയമെടുക്കും. അനാരോഗ്യം മൂലം കരാറുകാരനെ മാറ്റേണ്ടി വന്നതാണ് കായിക വകുപ്പിന്റെ സംസ്ഥാനത്തെ വലിയ രണ്ടാമത്തെ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം വൈകാൻ ഇടയാക്കിയത്. കാലാവധി കഴിഞ്ഞതോടെ കരാറുകാരനെ മാറ്റി.
കായിക വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. വകുപ്പ് നേരിട്ടാണ് നിർമ്മാണവും ശേഷം ജിംനേഷ്യത്തിൻ്റെ നടത്തിപ്പും കൈകാര്യം ചെയ്യുക. ജൂലൈ 30-ന് ഉദ്ഘാടനം കഴിഞ്ഞ് നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് കരാറുകാരന് അനാരോഗ്യം മൂലം പണി പൂർത്തീകരിക്കാനാകാത്ത സ്ഥിതി വന്നത്. ഇതോടെ 5 മാസക്കാലം നിർമ്മാണം വൈകി. കരാറുകാരനെ മാറ്റി പുതിയ ടെൻഡർ പുറത്തിറക്കി. പുതിയ കരാറുകാരൻ പണി ഏറ്റെടുത്തിട്ടുണ്ടെന്നും 3 മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് കെട്ടിടത്തിൽ 2500 ചതുരശ്ര അടിയിലാണ് ജിംനേഷ്യം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ നേരത്തെ KSEB ഒറ്റപ്പാലം സെക്ഷൻ ഓഫീസ് പ്രവർത്തിച്ച മുറികളാണ് ജിംനേഷ്യത്തിന് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ജിമ്മി ജോർജ് ജിംനേഷ്യമാണ് കായിക വകുപ്പിൻ്റെ ഏറ്റവും വലിയ ജിംനേഷ്യം. അതേ മാതൃകയിലാണ് ഒറ്റപ്പാലത്തും വ്യായാമം ചെയ്യാൻ ആധുനിക സൗകര്യമൊരുക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച് ഫീസ് അടയ്ക്കലും മറ്റും ഓൺലൈനായി നിർവഹിക്കാൻ പറ്റുന്ന ആധുനിക രീതിയിലുള്ള ജിമ്മാണ് വരുന്നത്. സ്ത്രീകൾക്കായി പ്രത്യേക വിഭാഗം, വാം-അപ്പ് ഏരിയ, ആധുനിക വ്യായാമ യന്ത്രങ്ങൾ, അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനും വിരലടയാളം രേഖപ്പെടുത്തിയുള്ള സംവിധാനം തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ടാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുടിവെള്ള പൈപ്പിടാൻ വേണ്ടി പൊളിച്ച അപകടാവസ്ഥയിലായ കണ്ണിയമ്പുറത്തെ റോഡുകളിലെ അറ്റകുറ്റപ്പണി തുടങ്ങി. മിനി സിവിൽ സ്റ്റേഷൻ റോഡിലും JK നഗറിലും കോറി മിശ്രിതമിട്ട് അപകടാവസ്ഥ പരിഹരിക്കുന്ന പണിയാണ് തുടങ്ങിയത്. 10 ദിവസത്തിനു ശേഷം ഈ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കും. അതേസമയം തകർച്ച രൂക്ഷമായിട്ടുള്ള ഭാരതപ്പുഴ, കിള്ളിക്കാവ് റോഡുകളിൽ പണി തുടങ്ങിയിട്ടില്ല. ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പണി നടക്കുന്നത്. അപകടാവസ്ഥയിൽ കിടക്കുന്ന റോഡിന്റെ വിഷയം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ചയാകുകയും വാർഡ് കൗൺസിലർ A. രൂപ ഉണ്ണി കൗൺസിൽ യോഗത്തിലടക്കം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസമാണ് പൈപ്പിടുന്നതിനും സ്വകാര്യ കമ്പനിയുടെ ഇന്റർനെറ്റ് കേബിൾ ഇടുന്നതിനും വേണ്ടി റോഡ് പൊളിച്ചിരുന്നത്. ഇതോടെ ഇതുവഴിയുള്ള റോഡുകളിലൂടെ യാത്ര ദുസ്സഹമായി. മിനി സിവിൽ സ്റ്റേഷൻ റോഡിലാണ് അപകടാവസ്ഥ കൂടുതലുണ്ടായിരുന്നത്. വീതി കുറവുള്ള റോഡിന്റെ വശം പൊളിച്ചത് മൂടാതെ ഇട്ടതാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയായിരുന്നത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ വന്നുപോകുന്ന സ്ഥലത്ത് ശരിയായ വിധം മണ്ണിട്ട് മൂടാത്തതിനാൽ കുഴിയായി മാറിയ സ്ഥിതിയായിരുന്നു. അമൃത് പദ്ധതിയിൽ വാർഡുകളിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡിനരികിലും കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് റോഡിന് കുറുകെയുമാണ് പൊളിച്ചിരുന്നത്. പണി പൂർത്തിയായാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിരുന്നു. ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്നതാണ് ദുരിതമായിരുന്നത്. എത്രത്തോളം പ്രവൃത്തി പൂർത്തിയായി എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ജല അതോറിറ്റിയോട് ചോദിച്ചിട്ടുണ്ടെന്നും കിട്ടുന്ന മുറയ്ക്ക് ബാക്കി റോഡുകളിലെ നവീകരണവും പൂർത്തിയാക്കുമെന്നാണ് നഗരസഭാ സെക്രട്ടറി അറിയിച്ചതെന്ന് കൗൺസിലർ A. രൂപ ഉണ്ണി പറഞ്ഞു. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിലെ മകരച്ചവ മഹോത്സവവും തിരുപ്പുറത്ത് നിവേദ്യവും ജനുവരി 16-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1000-ഓളം അമ്മമാർ പങ്കെടുക്കുന്ന മാതൃവന്ദനം പരിപാടിയാണ് പ്രധാന ചടങ്ങ്. ജനുവരി 16-ന് രാവിലെ 8:30 നടക്കുന്ന തിരുപ്പുറത്ത് നിവേദ്യത്തിൻ്റെ ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരൽ പാഞ്ഞാൾ തോട്ടം കുട്ടൻ തിരുമേനി നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പങ്കെടുക്കും. തുടർന്ന് 10 മണിക്ക് നടക്കുന്ന മാതൃവനത്തിൽ സിനിമാ സീരിയൽ താരം അംബിക മോഹൻ വിശിഷ്ടാതിഥിയായിരിക്കും. ഇതിൽ 1000-ഓളം അമ്മമാർ പങ്കെടുക്കും. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട 10 മുതിർന്ന സ്ത്രീകളെ ആദരിക്കും. 11 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം തെളിച്ച് നിർവഹിക്കും. തുടർന്ന് രമ്യ കൂറ്റനാട് നയിക്കുന്ന പുനർജനിയുടെ നാടൻപാട്ടും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ തിരുപ്പുറത്ത് നിവേദ്യത്തിന് രാവിലെ 8:30 ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പാഞ്ഞാൾ തോട്ടം കുട്ടൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് തിരുപ്പുറത്ത് നിവേദ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ നിവേദ്യ സമർപ്പണത്തിന് ശേഷം ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന മാതൃവന്ദനം എന്ന പരിപാടി തട്ടകത്തെ പ്രായമായ മുത്തശ്ശിമാരെ 10 മുത്തശ്ശിമാരെ 5 ദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 മുത്തശ്ശിമാരെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കാൽ കഴുകി ക്ഷേത്ര തന്ത്രിവര്യൻ പൂജിക്കുന്ന ചടങ്ങാണ് മാതൃവന്ദനം എന്ന ചടങ്ങ്. ആ ചടങ്ങ് ക്ഷേത്രമുറ്റത്ത് വെച്ച് നടക്കുമ്പോൾ അതിൽ മുഖ്യ അതിഥിയായിട്ട് പ്രശസ്ത സിനിമാ താരവും സീരിയൽ താരവുമായ ശ്രീമതി അംബിക മോഹൻ ആ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് VV രവീന്ദ്രനാഥ്, സമിതി അംഗം അനി പെരുമുടിയൂർ, ആഘോഷ സമിതി ഭാരവാഹികളായ UP രഞ്ജിത് കുമാർ, K ശിവപ്രകാശ്, മുരളി പെരുമുടിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു.
മണ്ണാർക്കാട് വട്ടമ്പലം ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല താലപ്പൊലി മഹോത്സവം ജനുവരി 15 മുതൽ ജനുവരി 26 വരെ ആഘോഷിക്കും. 12 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുമരംപുത്തൂർ വട്ടമ്പലം ശ്രീദുർഗ ഭഗവതി ക്ഷേത്രം വള്ളുവനാട്ടിലെ പ്രശസ്തമായ ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ്. ശാന്തസ്വരൂപിണിയായ വനദുർഗയാണ് പ്രതിഷ്ഠ. വിവാഹപ്രായമായ പെൺകുട്ടികൾ മംഗല്യ സൗഭാഗ്യത്തിനായി നടത്തുന്ന താലിചാർത്തൽ വഴിപാട് ഏറെ പ്രശസ്തമാണ്. ജനുവരി 15 തിങ്കളാഴ്ച രാവിലെ നടത്തുന്ന ഗണപതി ഹോമത്തോടെ ഏറെ പ്രശസ്തമായ വട്ടമ്പലം പൂരത്തിന് തുടക്കമാവും. 19 വെള്ളിയാഴ്ച 7 മണിക്ക് ചാക്യാർകൂത്ത്, 21 ഞായറാഴ്ച ഭക്തിഗാനസുധ, 22 തിങ്കൾ ഗാനമേള, 23 ചൊവ്വാഴ്ച നൃത്തനൃത്യങ്ങൾ, 24 ബുധനാഴ്ച നാടൻപാട്ട്, 25 വ്യാഴാഴ്ച ഭക്തിഗാനമേള, 26 വെള്ളിയാഴ്ച ബാലെ, താലപ്പൊലി, ദേശവേല സംഗമത്തോടെ പൂരം സമാപിക്കും. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജി സുരേഷ് കുമാർ, സെക്രട്ടറി സി കെ പ്രത്യൂഷ്, ട്രഷറർ കെ പി സുരേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷം. ഗംഭീരമായ ആഘോഷങ്ങളാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ജി സുരേഷ് കുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് വട്ടമ്പലം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മഹോത്സവം, നിറമാല താലപ്പൊലി മഹോത്സവം ജനുവരി 15 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ 11 ദിവസമായാണ് സമുചിതമായി നമ്മൾ ആഘോഷിക്കുന്നത്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ദിവസങ്ങളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, കലാപരിപാടികൾ, പ്രാദേശികമായും അതിനപ്പുറത്തുമൊക്കെയുള്ള പരിപാടികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഭക്തി ഗാനമേള, അതുപോലെ തന്നെ സർവൈശ്വര്യ പൂജ, ചാക്യാർകൂത്ത്, നാടൻപാട്ട്, നൃത്യങ്ങൾ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേള, ബാലെ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ക്ഷേത്രത്തിന് അകത്തും പുറത്തെ സ്റ്റേജിലുമായിട്ട് നടക്കും. 26-ാം തീയതിയാണ് പ്രധാന ഉത്സവം. അന്ന് ഗജവീരന്മാരും അതുപോലെ തന്നെ പുതനും തിറയും കലാരൂപങ്ങളും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ദേശവേലകളുടെ സംഗമം വൈകിട്ട് മതിലഞ്ചേരി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ക്ഷേത്രത്തിൽ വൈകിട്ട് എത്തിച്ചേരും. കോട്ടോപ്പാടം ഭീമനാട് നാട്ടുകൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വടശ്ശേരിപ്പുറം ഭാഗത്ത് റോഡിന് ഇരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. 10 അടിയിലധികം താഴ്ചയാണ് ഈ ഭാഗത്ത് റോഡിന് ഇരുവശവും. 3 വർഷം കഴിഞ്ഞു ഭീമനാട് നാട്ടുകൽ റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചിട്ട്. റോഡിന് ഇരുവശവും മാർക്കിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വടശ്ശേരിപ്പുറം ഭാഗത്ത് റോഡിന് ഇരുവശവും 10 അടിയിലധികം താഴ്ചയുള്ള ഭാഗമുണ്ട്. ഇവിടെ സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇരുവശങ്ങളും താഴ്ചയുള്ള ഭാഗമായതിനാൽ റോഡിന് പരിമിതമായ വീതി മാത്രമാണ് ഉള്ളത്. വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾക്ക് സുരക്ഷണമൊരുക്കി ഇവിടെയുള്ളത്. എന്നാൽ റോഡ് നവീകരിച്ചതോടെ പല തൂണുകളും മണ്ണിനടിയിലായി. ദേശീയപാതയും സംസ്ഥാന പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് റബ്ബറൈസ്ഡ് ചെയ്തതോടെ വേഗതയിലാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. ഒരു അപകടത്തിനു മുന്നേ സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിൽ ഇനി വേണ്ടത് പുതിയ കോഴ്സുകൾ. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള സർക്കാർ കോളേജ് മലപ്പുറം ജില്ലയിൽ വേറെയില്ല. പുതുതായി 2 ഡിഗ്രി കോഴ്സുകളും ഒരു PG കോഴ്സും അനുവദിച്ച് കിട്ടുന്നതിനുള്ള ശ്രമത്തിലാണ് കോളേജ് അധികൃതർ. കഴിഞ്ഞ വർഷം കോളേജ് NAC അക്രഡിറ്റേഷൻ A ഗ്രേഡ് പദവി സ്വന്തമാക്കിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് നിലവാരവും മെച്ചപ്പെട്ടതോടെ കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജ് NAC അക്രഡിറ്റേഷൻ A ഗ്രേഡ് നിലവാരത്തിലേക്ക് ഉയർന്നതാണ്. 2015 ശേഷം PTM ഗവൺമെൻറ് കോളേജിൽ പശ്ചാത്തല സൗകര്യങ്ങളിൽ ത്വരിതമായ പുരോഗതിയാണ് ഉണ്ടായത്. കിഫ്ബി പദ്ധതിയിൽ അനുവദിച്ച 7.88 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം കഴിഞ്ഞ ഒക്ടോബറിലാണ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തത്. പുതിയ IQAC റൂം, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, ഗവേഷണ വിഭാഗത്തിനുള്ള റിസർച്ച് റൂം, പരീക്ഷാ ഹാളുമെല്ലാം സജ്ജമാക്കപ്പെട്ടു. നജീബ് കാന്തപുരം MLA അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് കോളേജിന്റെ സൗന്ദര്യവൽക്കരണവും നടപ്പാക്കി. ഒരു പുതിയ അക്കാദമിക് ബ്ലോക്ക് കൂടി നിർമ്മിക്കുന്നതിന് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
ഈ കെട്ടിട നിർമ്മാണത്തിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഭൗതിക സൗകര്യങ്ങളുടെ വളർച്ചയോടൊപ്പം അക്കാദമിക രംഗത്തും കോളേജ് വലിയ നേട്ടങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയത്. വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായി ലേഡീസ് ഹോസ്റ്റൽ ആരംഭിക്കാനായി. പുതിയ ലൈബ്രറി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കി. പുതിയ ക്യാൻറ്റീൻ കെട്ടിടവും നിർമ്മിച്ചു. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള കോളേജ് മലപ്പുറം ജില്ലയിൽ വേറെയില്ലെന്ന് നിസ്സംശയം പറയാം. അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ വികസിച്ചിട്ടും മതിയായ കോഴ്സുകൾ ഇല്ല എന്നത് പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. BA അറബിക്, BA ഇംഗ്ലീഷ്, BBA, BSc മാത്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി എന്നീ ഡിഗ്രി കോഴ്സുകളും MA ഇംഗ്ലീഷ്, MCom, MA അറബിക്, MSc മാത്സ്, MSc ഫിസിക്സ് എന്നീ 5 PG കോഴ്സുകളുമടക്കം ആകെ 11 കോഴ്സുകളാണ് കോളേജിൽ നിലവിലുള്ളത്. ഇതിൽ അറബിക്കിലും ഇംഗ്ലീഷിലും ഗവേഷണ വിഭാഗം കൂടിയുണ്ട്. ഹിസ്റ്ററി, BCom എന്നീ 2 ബിരുദ കോഴ്സുകളും സ്റ്റാറ്റിക്സ് ബിരുദാനന്തര കോഴ്സും അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിസിക്സ്, മാത്സ്, കൊമേഴ്സ് വിഭാഗങ്ങളും കൂടിയും ഗവേഷണ വിഭാഗങ്ങളായി ഉയർത്താനുള്ള ശ്രമവും നടത്തിവരികയാണ് കോളേജ് അധികൃതർ. 1100 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നത്. പുതിയ കോഴ്സുകൾ വന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റ് വാർത്തകൾ നോക്കാം. ഉണ്ണിയാൽ ആഞ്ഞിലങ്ങാടി റോഡിൽ വട്ടമണ്ണപ്പുറം ITC ഭാഗത്തെ S ആകൃതിയിലുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. ഒരു മാസത്തിനിടെ തുടർച്ചയായി 3 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഒരു ജീവനും പൊലിഞ്ഞു. S ആകൃതിയിലുള്ള വളവിൻ്റെ പേര് തന്നെയാണ് സ്ഥലത്തിനും S വളവ്. വളവിൽ അപകടങ്ങൾ പതിവായതോടെ തടയിടാനായി പൊതുമരാമത്ത് അധികൃതർ സുരക്ഷാ മുൻകരുതൽ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളായി. റബ്ബറൈസ്ഡ് ചെയ്ത റോഡിൽ 2 വളവുകൾ തൊട്ടടുത്തായി വരുന്നതിനാൽ പലപ്പോഴും അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ ഇവിടെ നിയന്ത്രണം വിടുക പതിവാണ്. കൂടാതെ മറുവശത്തു നിന്ന് വാഹനങ്ങൾ വരുന്നത് പെട്ടെന്ന് കാണാനും കഴിയില്ല. കാൽനടയാത്രയും ഇതുവഴി അപകടമാണ്. ഡിസംബർ 30-ന് കാൽനടയാത്രക്കാരിയായ പാത്തുമ്മ എന്ന സ്ത്രീ വാഹനമിടിച്ച് മരിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് കോഴിലോടുമായി പോകുന്ന വാഹനവും വളവിൽ മറിയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ റോഡരികിലെ വൈദ്യുതി തൂണിലിടിച്ചാണ് നിന്നത്. തകർന്ന വൈദ്യുതി തൂൺ KCB അധികൃതർ പിന്നീട് മാറ്റി പുനഃസ്ഥാപിക്കുകയുണ്ടായി. അപകടങ്ങൾ തടയുന്നതിനായി വളവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകളുമില്ല. റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുക, മുന്നറിയിപ്പ് ബോർഡുകൾ, സുരക്ഷാ കണ്ണാടികൾ എന്നിവ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കരിങ്കലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം പരിസരം വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞു. മുമ്പും മാലിന്യം ഇവിടെ തള്ളിയിരുന്നു. ഇത് ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തെങ്കിലും അതേ സ്ഥലത്ത് വീണ്ടും മാലിന്യം കുമിഞ്ഞുകൂടി തുടങ്ങി. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നു പോകുന്ന കരിങ്കലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് വീണ്ടും മാലിന്യം തള്ളൽ നടക്കുന്നത്. സൽക്കാരശേഷം ഉപേക്ഷിക്കുന്ന പേപ്പർ പ്ലേറ്റുകൾ, പാലിൻ്റെ പാക്കറ്റുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യക്കുപ്പികൾ തുടങ്ങി മനുഷ്യർ ഉപേക്ഷിച്ച് തള്ളുന്ന എല്ലാത്തരം മാലിന്യങ്ങളും ഇവിടെയുണ്ട്. മുൻപ് മാലിന്യം ഇവിടെ തള്ളിയിരുന്നു. വലിച്ചെറിയൽ മുക്തം പരിപാടിയുടെ ഭാഗമായി ഈ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തെങ്കിലും അതേ സ്ഥലത്ത് വീണ്ടും മാലിന്യം തള്ളാൻ തുടങ്ങി. ആളൊഴിഞ്ഞ ഭാഗമായതിനാൽ വാഹനങ്ങളിൽ എത്തി മാലിന്യം ഉപേക്ഷിച്ചു പോവാൻ ആരെയും പേടിക്കേണ്ട. ഈ സാഹചര്യം മുതലാക്കി വാഹനങ്ങളിൽ ഇരുന്ന് മദ്യപാനവും നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതാണ് ഇങ്ങനെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ഇവിടെ പതിവാകാൻ കാരണം. സാമൂഹ്യവിരുദ്ധരുടെ പതിവ് സ്ഥലമായി ഇക്കോ ടൂറിസം കേന്ദ്ര പരിസരം മാറിയാൽ കേന്ദ്രത്തിൽ തീ പടരാനും സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് സംഘം കഴിഞ്ഞ വർഷം പിടികൂടിയത് 295 കിലോ കഞ്ചാവ്. സിന്തറ്റിക് ലഹരിമരുന്ന് കേസ് ഉൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കടത്തു കേസുകളും കൊലപാതക കേസുകളും പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ സഹായത്തോടെ തെളിയിക്കാനായി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് സ്ക്വാഡ് 2023 വർഷത്തിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ മൊത്തം 295 കിലോ കഞ്ചാവും 203 ഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നും പിടികൂടി. ലഹരിക്കടത്ത് കേസുകളിൽ മാത്രമായി 20 പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഡാൻസ് ഓഫ് സംഘം സഹായിച്ചു. ട്രെയിനിൽ എയർ കൂളറിനുള്ളിൽ ഒളിപ്പിച്ചും കാറിലും കടത്തിയ കഞ്ചാവ് പെരിന്തൽമണ്ണയിലും കുറ്റിപ്പുറത്തും പിടികൂടിയ കേസുകളും ഇതിൽപ്പെടുന്നു. കൊളത്തൂരിൽ കാറിൽ രഹസ്യ അറിയുണ്ടാക്കി കടത്തിയ 1 കിൻഡൽ ചന്ദനം പിടികൂടി.
അങ്ങാടിപ്പുറത്ത് വാടക ക്വാർട്ടേഴ്സിൽ നിന്നും അനധികൃത സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുതലമൂരിയും വണ്ടൂരിൽ നിന്നും മാൻകൊമ്പുകളും പിടികൂടാൻ സഹായിച്ചു. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിലെത്തി മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി 25ഓളം ഭവനഭേദന കേസുകളിലെ പ്രതിയായ മൂവാറ്റുപുഴ സ്വദേശി നൌഫലിനെ പിടികൂടിയതും 15ഓളം ആഡംബര ബൈക്കുകൾ മോഷണം നടത്തിയ സംഘത്തെ പിടികൂടിയതിലും പെരിന്തൽമണ്ണയിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച് 15 ലക്ഷം കവർച്ച നടത്തിയ സംഘത്തെ പിടികൂടാൻ സഹായിച്ചതും ഡാൻസ് ഓഫ് സ്ക്വാഡായിരുന്നു. ഈ വർഷം എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതക കേസിലും തൂവൂർ സുജിത കൊലപാതക കേസിലും തിരൂരിൽ വ്യാപാരിയെ ഹോട്ടൽ മുറിയിൽ കൊലപ്പെടുത്തിയ കേസിന്റെയും അന്വേഷണ സംഘത്തിൽ പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് സംഘം നിർണായകമായ പങ്കുവഹിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഡാൻസ് ഓഫ് സംഘം പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. തൂതപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവിലും പാലം വരുന്നു. നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പരിശോധിക്കാൻ നിർദ്ദേശം. പെരിന്തൽമണ്ണ ഷൊർണൂർ MLA-മാരുടെയും തദ്ദേശ ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പട്ടാമ്പി കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വാടാനാകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ ഇഴയുന്നു. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പാലം 3 വർഷമായിട്ടും പണി തീർന്നില്ല. പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകുമെന്ന് പറയാനാകാതെ അധികൃതർ. തൂത ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട് പണം ക്ലർക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയ സംഭവം വിജിലൻസ് അന്വേഷണം നടത്തിയേക്കും. മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ ക്രമക്കേട്. അപ്രതീക്ഷിത മഴ വില്ലനായി. തെങ്കരയിൽ നശിച്ചത് ഏക്കർ കണക്കിന് നെൽകൃഷി. കൊയ്തെടുക്കാറായ നെല്ലാണ് മഴയിലും കാറ്റിലും വീണ് നശിച്ചത്. കാട്ടുപന്നി ശല്യം മൂലം ദുരിതത്തിലായി ശ്രീകൃഷ്ണപുരം മേഖലയിലെ കർഷകർ. കായിക വകുപ്പ് ഒറ്റപ്പാലത്ത് വിഭാവനം ചെയ്ത ആധുനിക സൗകര്യങ്ങളോടെയുള്ള ജിംനേഷ്യം പദ്ധതി യാഥാർത്ഥ്യമാകും. വിവിധ കാരണങ്ങളാൽ മുടങ്ങിയ പ്രവൃത്തികൾ കരാറുകാരനെ മാറ്റി പുനരാരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.